Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ സ്ഥാനാർത്ഥിയെ നിർത്തും. ഇന്ന് ചേർന്ന ബൈപ്പാസ് കൂട്ടായ്മയുടെ യോഗത്തിലാണ് തീരുമാനം. നിലമ്പൂരിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നിലമ്പൂർ ബൈപ്പാസിനായി 3 പതിറ്റാണ്ട് മുൻപ് ഭൂമി വിട്ടു നൽകിയവരാണ് തങ്ങളോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. 1996 ഭൂമി വിട്ടു നൽകി 30 വർഷം പിന്നിടുമ്പോഴും മാറി മാറി വന്ന സർക്കാരുകൾ ഇവരെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സങ്കടം പറഞ്ഞിട്ടും പരിഹാരമായില്ല. തുടർന്ന് നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. എന്നിട്ടും ബൈപ്പാസ് ഇരകൾക്ക് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന അവസ്ഥയിലാണ് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവരുടെ അവസ്ഥ. 157 കുടുംബങ്ങളാണ് ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്നത്. 20ഓളം വീടുകൾ വാസയോഗ്യമല്ലാതായി. നിലമ്പൂർ ബൈപ്പാസിനായി സ്വന്തം ഭൂമി വിട്ടു നൽകിയതിനാൽ ബാങ്ക് വായ്പകൾ ലഭിക്കാതെയായി. വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ല. വല്ലാത്ത പൊല്ലാപ്പിലാണ് ബൈപ്പാസ് ഇരകളുള്ളത്. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്ററാണ് ബൈപ്പാസിനായി നീക്കിവച്ചിട്ടുള്ളത്. ഇതിൽ ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള 2 കിലോമീറ്റർ ഭാഗത്തെ കുടുംബങ്ങൾക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിച്ചത്. ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്തെ കുടുംബങ്ങളാണ് ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവഗണനയും തുറന്നു കാണിക്കാനാണ് മത്സരിക്കുന്നതെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു. 2 മുന്നണികളും നിലമ്പൂർ ബൈപ്പാസിനുകളോട് നടത്തുന്ന ആത്മാർത്ഥതയില്ലാത്ത വാഗ്ദാനങ്ങളും തുറന്നുകാട്ടും. എല്ലാവരും പിന്തുണയ്ക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നു. തങ്ങൾക്കിടയിൽ നിന്നും ഒരു MLA ഉണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകൂ. നിലമ്പൂർ ബൈപ്പാസിനായി 154 കോടി നീക്കിവച്ചിട്ടുണ്ടെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവനയും ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊള്ളയായ വാഗ്ദാനം മാത്രമാണെന്നും ഇവർ പറഞ്ഞു. ഞങ്ങൾ ഈ ബൈപ്പാസിന്റെ ഇരകളൊക്കെ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇന്ന് വരും നാളെ വരും എന്നുള്ളതാണ്. ഞങ്ങളിൽ നിന്ന് ഒരു MLA കിട്ടണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോഴേ ഇത് നടക്കുള്ളൂ, അല്ലാതെ നടക്കൂല. ഭരണം മാറി മാറി വരും, ഞങ്ങൾ ജയിക്കും. അപ്പോൾ വീണ്ടും മാറി മറ്റൊരു ജയിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കും. അങ്ങനെ മാറി മാറി വരുന്നവരൊക്കെ ഇത് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണ്. ഇപ്പോൾ ഒരു MLA ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ മാറ്റി നിർത്തിയാണ്ട് ഞങ്ങളെ വിളിക്കാണ്ട് MLA കലക്ടർ മുമ്പിൽ നിന്ന് സംസാരിക്കാന്നാ പറഞ്ഞത്. ഞങ്ങളെ മാറ്റി ബൈപ്പാസുകാരെ മാറ്റി നിർത്തിക്കാണ്ടാണ് അവർ സംസാരിച്ചത്. അത് ഞങ്ങൾക്ക് തന്നെ അറിയാം എന്തൊരു സംസാരമാണെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ബൈപ്പാസിന് വേണ്ടിയിട്ട് എവിടെ ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളിൽ നിന്ന് ഒരു MLA ഞങ്ങൾ ഉണ്ടാക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിന് ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാവരും സഹകരിക്കണം. എല്ലാ ഓട്ടോറിക്ഷയിലും എല്ലാ വ്യാപാരികളും എല്ലാ ജനങ്ങളും ഈ പാവപ്പെട്ട ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും സംസാരിക്കാൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബൈപ്പാസിന്റെ കൂട്ടായ്മകൾ ഇന്ന് ചർച്ച ചെയ്തതാണ്. കാരണം ഞങ്ങൾക്ക് ഇതുവരെ രണ്ട് പാർട്ടികളും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഈ തീരുമാനം മുന്നോട്ട് വെച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്ന് എന്ത് വന്നാലും ഞങ്ങൾ ഇതിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ തീരുമാനം. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ ബൈപ്പാസ് കൂട്ടായ്മ ഞങ്ങളൊപ്പം സഹകരിക്കാൻ എല്ലാവരും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ഈ ബൈപ്പാസിന്റെ ഇതിൽ പോണ ഒരു ഇര തന്നെയാണ്. ഞങ്ങൾ 2 വർഷമായിട്ട് ഞങ്ങൾ ഇതിന് പിറകെ നടക്കുകയാണ്. എല്ലാവരും നല്ല എവിടെ ചെന്നാലും നല്ല വർത്താനം പറയാൻ ഞങ്ങൾ ഒപ്പം ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ക്യാഷായിട്ട് ഞങ്ങളെ കയ്യിലോ അക്കൗണ്ടിലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഭരണം എത്ര തന്നെ മാറി വന്നാലും അവർ ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തന്നെയാണ് പോകുന്നത്. എല്ലാവരും ഞങ്ങളോട് സഹായിക്കണം എന്ന് പറഞ്ഞു. ബസ്സിന് വേണ്ടി 33 വർഷത്തിന് മുൻപ് ഞങ്ങളുടെ സ്ഥലം അക്വയർ ചെയ്ത് ഏറ്റെടുത്ത് അതിൻ്റെ ഇരകളാണ് ഞങ്ങൾ. മാറി മാറി വന്ന ഇടത് വലത് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കാതെയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിപ്പോൾ നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇതുവരെയും കളിപ്പിച്ചിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായി ഞങ്ങൾ ഇതിൻ്റെ പേപ്പറിൻ്റെ പുറകെ കളക്ടർ എടുക്കലും MLAയും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളും കയറി ഇറങ്ങി നടന്നു. ഇപ്പോൾ ഈ അടുത്ത് ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു 154 കോടി രൂപയും അതിൻ്റെ ഭരണാനുമതിയും നിലമ്പൂരുണ്ട്, ബാക്കിയുള്ള പണം കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ അതനുസരിച്ചുള്ള പേപ്പറുകളൊന്നും മുന്നോട്ട് പോയതായി കാണുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാകുന്നത് അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്, പഴയതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഞങ്ങൾ അതിനെ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ പരിഭവം അതിൽ വെളിപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം നിർബന്ധം വന്നാലും ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാതെ ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി
ഞങ്ങളുടെ പരിഭവം മറ്റുള്ളവരെ അറിയിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ സ്ഥാനാർത്ഥിയെ നിർത്തി രംഗത്ത് വന്നാൽ നിലമ്പൂർ ബൈപ്പാസ് വിഷയം ഈ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.